സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സീറ്റുകളിൽ ഒരു വനിതയെ പരിഗണിക്കണമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചു. ഇതോടെ വട്ടിയൂർക്കാവിൽ ജ്യോതി വിജയകുമാർ മത്സരിക്കാൻ സാധ്യതയേറി. കുട്ടറയിൽ PC വിശ്വനാഥനാണ് സാധ്യത. 7 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, ഇന്നെങ്കിലും പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തൊക്കെയാണ് പുതിയ സാധ്യതകൾ, പ്രത്യേകിച്ച് ഹൈക്കമാൻഡിന്റെ ഈ നിർദ്ദേശം കൂടി വന്ന സാഹചര്യത്തിൽ? ഗോപി, ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടായേ തീരൂ. അതാണ് നിലവിലുള്ള സാഹചര്യം. കാരണം നോമിനേഷൻ സമർപ്പിക്കേണ്ട സമയം അവസാനിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഇന്നത്തെ ഇനി അവശേഷിക്കുന്ന പേരുകളിൽ സ്ത്രീ പ്രാതിനിധ്യം കൂടുതലായി ഉണ്ടാകുമെന്നതാണ്. കാരണം ലതിക സുഭാഷ് അടക്കമുള്ളവരുടെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി സ്ത്രീ പ്രാതിനിധ്യം പരമാവധി ഉൾപ്പെടുത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമുണ്ടാകും. അങ്ങനെയെങ്കിൽ ഇനി പ്രഖ്യാപിക്കാനിരിക്കുന്ന 6 ഇടങ്ങളിൽ 2 ഇടങ്ങളിലെങ്കിലും സ്ത്രീ പ്രാതിനിധ്യം കടന്നു വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ പ്രധാന സ്ഥാനാർത്ഥിയെ കണ്ടെത്താനിരിക്കുന്ന വട്ടിയൂർക്കാവിൽ ഒരുപക്ഷെ ജ്യോതി വിജയകുമാറിന്റെ സാധ്യത അങ്ങനെയെങ്കിൽ കൂടുതൽ ശക്തമാവുകയാണ്. ഒപ്പം ഇതിനിടയിൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ മകന്റെ പേരടക്കം വീണ്ടും വട്ടിയൂർക്കാവിലേക്ക് വരുമെന്ന തരത്തിലുള്ള പ്രചരണവും നടക്കുന്നുണ്ട്. കുണ്ടറയിലേക്ക് PC വിശ്വനാഥന്റെ സാധ്യത തന്നെയാണുള്ളത്. കാരണം PC വിശ്വനാഥൻ തന്നെ കുട്ടേറെ പരിഗണിക്കാനാണ് സാധ്യത. കാരണം അവിടെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും മുതിർന്ന ഒരു നേതാവിന് PC വിശ്വനാഥിന് ഒരു സ്ഥാനാർത്ഥിത്വം, ഒരു സീറ്റ് കണ്ടെത്താൻ കഴിയാത്തൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ കുണ്ടറയിലേക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ, അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ നേതൃതലത്തിൽ ഉണ്ടാകുന്നുണ്ട്. മറ്റിടങ്ങളിലും ചർച്ച നടക്കുകയാണ്. എന്തായാലും മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങളിലും അതുണ്ട്. വണ്ടൂരിൽ വീണ്ടും പഴയ ആ ചോയ്സിലേക്ക് തന്നെ അവർ പോകുന്നു. ഫിറോസ് കുന്നംപറമ്പിൽ എന്ന സ്ഥാനാർത്ഥിയിലേക്ക് തന്നെ കോൺഗ്രസ് നേതൃത്വം ആലോചന എത്തുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. വടകരയിലേക്ക് KK രമയുടെ സാധ്യതയാണ്. കാരണം KK രമ വീണ്ടും മത്സരിക്കാൻ സന്നദ്ധയെ അറിയിച്ച പശ്ചാത്തലത്തിൽ KK രമയ്ക്ക് UDF പിന്തുണ അറിയിക്കും. അതാണ് UDFന്റെ ഇപ്പോഴത്തെ നിലപാട്. എന്തായാലും പ്രധാനപ്പെട്ട ഈ തീരുമാനം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഹൈക്കമാൻഡ് ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി. ഇരിക്കൂറിൽ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള തർക്കം കണ്ണൂർ ജില്ലയിലെ A ഗ്രൂപ്പ് നേതാക്കളുമായി KC ജോസഫും MM ഹസനും ഇന്ന് ചർച്ച നടത്തും. സമവായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം സാധ്യമാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. അതേസമയം ഇരിക്കൂറിൽ ഇന്ന് A ഗ്രൂപ്പ് പ്രവർത്തകരുടെ കൺവെൻഷൻ വൈകുന്നേരം 3 മണിക്ക് ചേരും. മനു ഭരത്താണ് ചേരുന്നത്. മനു, ഏതായാലും ഹസനും KC ജോസഫും എത്തി ചർച്ച ചെയ്യുന്നതോടുകൂടി ഒരുപക്ഷെ അവിടുത്തെ ഇരിക്കൂറിലെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാച്ചപ്പ് ആയേക്കാം. പക്ഷേ എത്രമാത്രം ഉണ്ട് ഉള്ളിലെ എന്താ പറയുക അസ്വസ്ഥതകൾ, അത് എല്ലാ തലത്തിലും? മനു, കേൾക്കാമോ? ഗോപികൃഷ്ണൻ, കേൾക്കാമെങ്കിൽ ഇന്നിപ്പോ ഏതായാലും കൺവെൻഷൻ ചേരുമെന്ന് ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും MM ഹസനും KC ജോസഫും നടത്തുന്നു. സമവായ സാധ്യതകൾ എത്രമാത്രം? ഗോപികൃഷ്ണൻ, ഇപ്പോൾ സജീവ് ജോസഫ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു. KC ജോസഫുമായി അദ്ദേഹം ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. പ്രശ്ന പരിഹാരം ഉണ്ടാകും എന്നാണ് സജീവ് ജോസഫ് ഇരിക്കൂറിൽ നിന്നുള്ള UDF സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. അത് പരിഹരിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. UDFന്റെ വിജയം അത് ഉറപ്പാക്കുന്ന വളരെ അനുകൂലമായ സമീപനമാണ് നേതാക്കൾ സ്വീകരിക്കുക എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ K സുധാകരനുമായി അങ്ങ് ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹത്തിന് വിയോജിപ്പ് മാറിയോ? എന്താണ് K സുധാകരൻ്റെ ഒരു നിലപാട്? അങ്ങ് ഏറ്റവും അധികം പിന്തുണ നൽകുന്ന നേതാവാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. അദ്ദേഹം ഇനിയും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ഇടപെട്ട് പരിഹരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉറപ്പ് നൽകിയിട്ടുണ്ടോ K സുധാകരൻ ഈ പ്രശ്നം പരിഹരിച്ചു തരാൻ? അദ്ദേഹം എപ്പോഴും പോസിറ്റീവായിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. മനു, ഇപ്പോൾ കേൾക്കാം. ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. പരിഹരിക്കപ്പെടും എന്ന പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. എന്തൊക്കെയാണ് സാധ്യതകൾ, എങ്ങനെയൊക്കെയാണ് ചർച്ചകൾ? ഗോപികൃഷ്ണൻ, താൽക്കാലികമായ ഒരു പ്രശ്നപരിഹാരം എന്തായാലും കോൺഗ്രസിൽ ഉണ്ടാക്കിയേ മതിയാകൂ. അതിനുള്ള ശ്രമങ്ങളാണ് നേതാക്കൾ ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും KC ജോസഫും അത്തരത്തിൽ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. പക്ഷെ KC ജോസഫ് ഒരു കാര്യം തറപ്പിച്ചു പറയുന്നു. അദ്ദേഹത്തിന് ഇരിക്കൂറിൽ ഉണ്ടായ ഈ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് കടുത്ത അതൃപ്തിയുണ്ട്, മനോവിഷമമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ഏതു തരത്തിൽ പ്രതികരിക്കുമെന്നാണ് ഇനിയിപ്പോൾ നോക്കിക്കാണാനുള്ളത്. KC ജോസഫ് കാലങ്ങളായി ജയിച്ചു വന്നൊരു മണ്ഡലമാണ് ഇരിക്കൂർ. അത്
അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനും ജനങ്ങളുടെ പൊതുവികാരത്തിനും എതിരെ ആണ് KPCC നേതൃത്വം നൽകിയത് എന്നൊരു പ്രതിഷേധവും അദ്ദേഹത്തിനുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു പൊതു കണക്കാക്കൽ. ഫലത്തെ ബാധിക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു പൊതു കണക്കാക്കൽ. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതേസമയം ഈ കൂടുതൽ കർശനമായ നിലപാടുമായി സുധാകരൻ നിലയുറപ്പിച്ചിട്ടുണ്ട്. തന്നോട് ആലോചിക്കാതെ കണ്ണൂരിൽ നടത്തിയ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തനിക്ക് കാര്യമായ ഒന്നും പറയാനില്ല എന്നാണ് കെ സുധാകരൻ്റെ നിലപാട്. ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ KPCC നേതാക്കളുമായി ഉള്ള ചർച്ചയ്ക്ക് ശേഷം ഇനി വരും ദിവസങ്ങളിൽ അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. കാരണം ഇന്ന് വൈകുന്നേരം ഇരിക്കൂറിൽ അവർ സമാന്തര യോഗം വിളിച്ചിട്ടുണ്ട് എ ഗ്രൂപ്പ്. നാളെ അതുപോലെ പേരാവൂരിലും പിന്നീട് കണ്ണൂർ നഗരത്തിലും കണ്ണൂർ മണ്ഡലത്തിലും എ ഗ്രൂപ്പ് യോഗങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഇത് ഏത് തരത്തിൽ ഈ പ്രശ്നപരിഹാരം ഇതിനെ ബാധിക്കും, ഈ യോഗങ്ങൾ നടക്കുമോ, ഇത്തരം വിഷയങ്ങളാണ് ഇനി നമുക്ക് അറിയേണ്ടത്. മനുവാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ മണ്ഡലത്തിൽ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാവുന്നു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുവെങ്കിലും മണ്ഡലത്തിൽ ഇതുവരെയും പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. INTUC ഉയർത്തുന്ന പ്രതിഷേധമാണ് പ്രധാന കാരണം. പല പേരുകൾ പറഞ്ഞുകേട്ടെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാവ് ദീപക് ജോയാണ് വൈപ്പിൻ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി. INTUC സംസ്ഥാന സെക്രട്ടറി KP ഹരിദാസിന് സംഘടനയുടെ അക്കൗണ്ടിൽ സീറ്റ് അനുവദിച്ചേക്കുമെന്ന് വ്യാപകമായി പറഞ്ഞുകേട്ടിരുന്നു. മുൻപ് പലതവണ മണ്ഡലത്തിൽ പരാമർശിക്കപ്പെട്ട പേരാണ് ഹരിദാസിൻ്റേത്. എന്നാൽ ഈ ധാരണകളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് താരതമ്യേന പുതുമുഖമായ ദീപക് ജോയ് സ്ഥാനാർത്ഥിയായത്. ഇതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹരിദാസ്. മാത്രമല്ല വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും ആലോചനയുണ്ട്. അടുത്ത 16-ാം തീയതി എല്ലാ ജില്ലകളിലും പ്രതിഷേധ യോഗങ്ങൾ നടക്കും. അത് കഴിഞ്ഞാൽ അതിനുള്ളിൽ ഇവർ ഒരു കോംപ്രമൈസിന് വന്നില്ല എങ്കിൽ INTUC സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുന്ന ആളുകൾ നോമിനേഷൻ കൊടുക്കും സ്വതന്ത്രരായിട്ട്. അത്രയും വരെ തീരുമാനിച്ചിട്ടേ പോന്നിരിക്കണം. മണ്ഡലത്തിൽ പരസ്യപ്രചാരണത്തിനിറങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ദീപക് ജോയ് പ്രചാരണ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രചാരണ രംഗത്ത് സജീവമാക്കാൻ കഴിയുമെന്നാണ് സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ. വികസനത്തിൽ പിന്നോട്ട് പോയ ഈ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മികച്ച വിജയം നേടാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. തുടർച്ചയായി CPM ജയിക്കുന്ന മണ്ഡലത്തിൽ ഇക്കുറി അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്നായിരുന്നു UDFന്റെ പ്രതീക്ഷ. എന്നാൽ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പാമ്പാടി ബ്ലോക്ക് ഓഫീസിൽ രാവിലെ 11 മണിക്കാണ് ഉമ്മൻചാണ്ടി പത്രിക സമർപ്പിക്കുക. രമേശ് ചെന്നിത്തല രാവിലെ 11 മണിക്ക് ഹരിപ്പാട് ബ്ലോക്ക് ഓഫീസിൽ പത്രിക സമർപ്പിക്കും. ഇത് 5ാം തവണയാണ് രമേശ് ചെന്നിത്തല ഹരിപ്പാട് നിന്ന് നിയമസഭയിലേക്ക് ജനവിധി തേടുന്നത്. ഇടത് മുന്നണിയുടെ പ്രകടന പത്രിക ഇന്ന് പൂർത്തിയാക്കും. ക്ഷേമപദ്ധതികൾക്കൊപ്പം വികസന തുടർച്ചയും ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളാവും പ്രകടന പത്രികയിൽ ഉണ്ടാവുക. ലൈഫ് പദ്ധതിയുടെ തുടർച്ച, തൊഴിൽ, ഭക്ഷണം എന്നിവയാകും പ്രകടന പത്രികയുടെ ഹൈലൈറ്റ്. പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനായി നിയോഗിച്ച സമിതിയുടെ യോഗം അല്പസമയത്തിനകം AKG സെന്ററിൽ ചേരും. VV അരുണാണ് ചേരുന്നത്. അരുൺ ഇന്ന് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നോക്കുന്ന ഒരു കാര്യമാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക. ഭരണ തുടർച്ച എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ളൊരു പ്രതീക്ഷ നൽകുന്ന പത്രിക തന്നെയാവും ഉണ്ടാവേണ്ടത്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരം? തീർച്ചയായും ജനക്ഷേമ പദ്ധതികൾക്ക് ഊന്നു നൽകിക്കൊണ്ടുള്ള പ്രകടന പത്രികയാകും ഇടതുമുന്നണി തയ്യാറാക്കുക. ഭക്ഷണം, പാർപ്പിടം തുടങ്ങിയ കാര്യങ്ങൾക്ക് മുൻഗണന നൽകും. അതിനൊപ്പം തൊഴിലും. അരുണ്, ടെലിഫോൺ വ്യക്തമല്ല. നമുക്ക് വാർത്തയുടെ മറ്റു ഭാഗങ്ങളിൽ വരാൻ പറ്റും. ഏതായാലും വികസന തുടർച്ച അതിനുള്ള പ്രകടന പത്രിക ഇന്ന് ഇടതുമുന്നണി പുറത്തിറക്കും. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് പുറത്തിറക്കുക. അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് അരുണിലേക്ക് വരാം. കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യഘട്ട പ്രചാരണം ഇന്ന് പൂർത്തിയാക്കും. ഇടതു സ്ഥാനാർത്ഥികൾ ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച മുഖ്യമന്ത്രി പ്രചാരണ പരിപാടികളിലും മറ്റുള്ളവരെക്കാൾ ഏറെ മുന്നിലാണ്. കണ്ണൂർ ധർമ്മടത്ത് 46 യോഗങ്ങളിൽ വോട്ടർമാരും അനുഭാവികളും പ്രവർത്തകരുമായി 25,000-ലധികം പേരെ അഭിസംബോധന ചെയ്താണ് മുഖ്യമന്ത്രിയുടെ ആദ്യഘട്ട പ്രചാരണം ഇന്ന് അവസാനിക്കുന്നത്. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ധർമ്മടം മണ്ഡലത്തിൽ പ്രചാരണ പരിപാടികളിൽ പിണറായി വിജയൻ ഏറെ മുന്നിലാണ്. ഇടതു സ്ഥാനാർത്ഥികളിൽ ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചും LDF ക്യാപ്റ്റൻ മുൻകൂട്ടി തയ്യാറാക്കിയ കാര്യപരിപാടികളിൽ കൃത്യത പാലിച്ചു. നേരത്തെ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുത്തു തുടങ്ങി. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ, എന്നാൽ അഹങ്കരിക്കാതെ, ജനങ്ങളുടെ മുമ്പിൽ വിനീത ദാസന്മാരായി അവരെ സേവിക്കാൻ വേണ്ടി എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരും കർമ്മരംഗത്ത് ഇറങ്ങുക തന്നെ ചെയ്യും. കഴിഞ്ഞ 8-ാം തീയതിയാണ് മുഖ്യമന്ത്രി മണ്ഡലത്തിൽ പ്രചാരണ പരിപാടികൾക്കെത്തിയത്. ബൂത്തുതല യോഗങ്ങളിൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു.
പ്രചാരണ യോഗങ്ങളിൽ BJPക്കും കോൺഗ്രസിനും രാഷ്ട്രീയ മറുപടികൾ നൽകുകയും ചെയ്തു. ധർമ്മടത്തെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കിയ മുഖ്യമന്ത്രി വരും ദിവസങ്ങളിൽ മറ്റു മണ്ഡലങ്ങളിലെ ഇടത് സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിനിറങ്ങും. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. കുറ്റ്യാടിയിൽ KP കുഞ്ഞഹമ്മദ്കുട്ടി തന്നെ സ്ഥാനാർത്ഥിയായി എത്തിയതിന്റെ ആവേശത്തിലാണ് ഇടതുമുന്നണി. ആയഞ്ചേരിയിൽ സംഘടിപ്പിച്ച മണ്ഡലം കൺവെൻഷനിലും പ്രവർത്തകരുടെ ആവേശം പ്രകടമായിരുന്നു. ഇന്നലെ CPM സംസ്ഥാന കമ്മിറ്റിയുടെ പത്രക്കുറിപ്പ് പുറത്തിറങ്ങും വരെ ആശയക്കുഴപ്പത്തിലായിരുന്നു കുറ്റ്യാടിയിലെ പാർട്ടി പ്രവർത്തകർ. കുഞ്ഞഹമ്മദ്കുട്ടിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചതോടെ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ആവേശം അണപൊട്ടി. കുഞ്ഞഹമ്മദ്കുട്ടിക്ക് വേണ്ടി പാർട്ടി വിലക്ക് ലംഘിച്ച് പ്രകടനം നടന്ന കുറ്റ്യാടിയിൽ വീണ്ടും ഒരു പ്രകടനം. അത്യാഹ്ലാദത്തിൽ പ്രവർത്തകർ. മേൽക്കമ്മിറ്റികൾ നിശ്ചയിച്ചതിലും കൂടുതൽ പ്രവർത്തകർ ആയഞ്ചേരിയിലെ മണ്ഡലം കൺവെൻഷനിലേക്ക് ഒഴുകിയെത്തി. ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ കുഞ്ഞഹമ്മദ്കുട്ടി. എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്, എനിക്ക് വേണ്ടി ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട് നിങ്ങളെല്ലാം വോട്ട് അഭ്യർത്ഥിക്കണം. കുറ്റ്യാടിയിലെ CPM പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കിയെന്ന് കേരള കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ പറഞ്ഞപ്പോൾ നിലക്കാത്ത കയ്യടി. നിങ്ങളുടെ ഓരോരുത്തരെയും ഹൃദയ വികാരങ്ങളെ കോട്ടയത്തുള്ള ജോസ് കെ മാണിക്ക് ഒപ്പിയെടുക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിയുകയുണ്ടായി. ആ വികാരങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് അഭിമാനപൂർവ്വം നമുക്കിവിടെ ഒത്തൊരുമിച്ച് കൂടാനുള്ള സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ നഷ്ടമായ ഇടതുകോട്ട ഇത്തവണ തിരിച്ചുപിടിക്കാനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. ന്യൂസ് 18 കോഴിക്കോട്. കേരളത്തിലെ ആദ്യ ചാക്കിടൽ. കേരളത്തിൽ ഒരു MLA ആദ്യമായി ചാക്കിടാൻ ശ്രമിച്ചത് ആര്യനാട്ടെ R. ബാലകൃഷ്ണപിള്ളയെ. 1957 CPI MLA ആയ ബാലകൃഷ്ണപിള്ളയ്ക്ക് വാഗ്ദാനങ്ങൾ നൽകിയത് കോൺഗ്രസ്. പണം വാഗ്ദാനം ചെയ്തത് ബാലകൃഷ്ണപിള്ള പരസ്യമാക്കിയത് ദേവികുളം ഉപതെരഞ്ഞെടുപ്പ് വേദിയിൽ. വിവാദമായത് കോൺഗ്രസിന് വേണ്ടി കുളത്തുങ്കൽ പോത്തൻ സമീപിച്ചു എന്ന വെളിപ്പെടുത്തൽ. വിവാദം EMS വിവരിക്കുന്നത് ദേവികുളം ഉപതെരഞ്ഞെടുപ്പും ചാക്കിടലും എന്ന ലേഖനത്തിൽ. അന്ന് പാർട്ടി വിടാതിരുന്ന ബാലകൃഷ്ണപിള്ള 4 വർഷത്തിനു ശേഷം കോൺഗ്രസിൽ ചേർന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമെന്ന സൂചന K. സുരേന്ദ്രൻ നൽകിയിരുന്നുവെങ്കിലും തീരുമാനമായിട്ടില്ല എന്നാണ് വിവരം. കേന്ദ്രമന്ത്രി V. മുരളീധരൻ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതേസമയം കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. VS അനുവാണ് ചേരുന്നത്. അനു, BJP സംബന്ധിച്ച് ഇന്നത്തെ പ്രഖ്യാപനം ഏറെ നിർണായകമാണ്. കഴക്കൂട്ടമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴക്കൂട്ടത്തല്ലാതെ മത്സരിക്കേണ്ട സാഹചര്യമില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതായി ചില റിപ്പോർട്ടുകളും ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നു. എന്താണ് സാഹചര്യം? ഗോപി, തീർച്ചയായും കഴക്കൂട്ടം മണ്ഡലം ഉൾപ്പെടെയുള്ള പ്രഖ്യാപിക്കാനുള്ള 3 സ്ഥാനാർത്ഥികൾ, ഇതിൽ ഏറ്റവും നിർണായകം കഴക്കൂട്ടം തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ മത്സരിക്കില്ല എന്ന് മാധ്യമങ്ങളോട് പറയുകയും കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്ത ശോഭാ സുരേന്ദ്രൻ ശോഭയെ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം RSSന്റെ ഒരു വിഭാഗം നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തോട് വ്യക്തമാക്കിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ശോഭയോട് BJP നേതൃത്വം അഭിപ്രായം ആരാഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന ഒരു നിലപാട് അവർ എടുക്കുകയും ചെയ്തു. പക്ഷെ പിന്നീടാണ് കഴക്കൂട്ട മണ്ഡലത്തിൽ V. മുരളീധരൻ മത്സരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും വീണ്ടും ശോഭാ സുരേന്ദ്രന്റെ പേര് കേൾക്കുകയും ചെയ്തു. അവിടെ നേരത്തെ K. സുരേന്ദ്രന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ K. സുരേന്ദ്രൻ മറ്റ് കോന്നിയിലേക്ക് മാറി. ആ ഒരു ഘട്ടത്തിലാണ് അവിടെ ശോഭയെ മത്സരിപ്പിക്കണം എന്നൊരു നിലപാട് RSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും കേന്ദ്ര നേതൃത്വം അത്തരം ഒരു സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. പക്ഷേ ഒരു കാരണവശാലും ശോഭയെ കഴക്കൂട്ടത്ത് ആക്കാൻ സമ്മതിക്കില്ല എന്നൊരു നിലപാടാണ് V. മുരളീധരന്റെ പക്ഷത്തിനുള്ളത്, പ്രത്യേകിച്ച് K. സുരേന്ദ്രന്റെ അടക്കമുള്ളവർക്ക് ഉള്ളത്. പക്ഷെ അങ്ങനെ ഇരിക്കും. ആ ഒരു ഘട്ടത്തിലാണ് ഇന്നലെ ഒരുപക്ഷെ കഴക്കൂട്ടത്ത് ശോഭ മത്സരിച്ചേക്കും എന്ന ഒരു സൂചന സുരേന്ദ്രന്റെ വാക്കുകളിൽ നിന്ന് സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിനെ അനുകൂലിച്ചുകൊണ്ട് മത്സരിക്കാൻ സന്നദ്ധയാണ് എന്ന കാര്യം ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. അതിനുശേഷം ഈ സംസ്ഥാന നേതൃത്വത്തോട് സംസാരിക്കുമ്പോഴാണ് സുരേന്ദ്രൻ ആ തരത്തിൽ ഉദ്ദേശിച്ചിട്ടില്ല, ഒരുപക്ഷെ ശോഭ മത്സരിക്കുന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല എന്നൊരു മറുപടിയാണ് നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഗോപി, മനസ്സിലാകുന്ന പ്രകാരമാണെങ്കിൽ കഴക്കൂട്ടത്തേക്ക് ശോഭ ഉണ്ടാകില്ല എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ നേതാക്കൾ നമ്മളോട് പറയുന്നത്. ഏതായാലും ഇന്ന് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഗോപി, ശരി.
ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ BDJSലെ സന്തോഷ് മാധവ് NDAയുടെ സ്ഥാനാർത്ഥി. നേരത്തെ BJP സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച രമ്യ രവീന്ദ്രൻ മത്സരരംഗത്തുണ്ടാവില്ല. രമ്യയെ മാറ്റണമെന്ന് BJP ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. BDJS സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിച്ച ശേഷമായിരുന്നു ഉടുമ്പൻചോലയിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ തവണയും BDJS പ്രതിനിധിയായിരുന്നു ഉടുമ്പൻചോലയിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. വടകരയിൽ KK രമ RMP സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയേറി. കോൺഗ്രസ് സമ്മർദ്ദം ശക്തമാക്കിയതോടെ KK രമ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചതായാണ് സൂചന. RMPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാവും. അശ്വിനാണ് ചേരുന്നത്. അശ്വിൻ, ഏതായാലും രമ തന്നെ വേണമെന്ന് കോൺഗ്രസ് നിർബന്ധം പിടിക്കുന്നു. ആ വഴിക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാവുന്നു. പക്ഷേ ഇങ്ങനെ മറ്റൊരു ഘടകകക്ഷി നിർബന്ധം പിടിച്ച് സ്വന്തം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്ന് പറയുന്നതിൽ RMP അണികളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു നിലപാട് എന്താണ്? ഗോപി, അതുതന്നെയാണ് RMPയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. മറ്റൊരു പാർട്ടി മുന്നണിയിൽ പോലും ഇല്ലാത്ത RMPയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്ര വലിയ തോതിൽ എന്തിന് സമ്മർദ്ദം ചെലുത്തുന്നു എന്ന ചോദ്യം തന്നെയാണ് RMPയുടെ അണികളിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്നതും. ഇന്ന് അതിനുവേണ്ടി ഈ കീഴ്ഘടകങ്ങളിൽ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി കമ്മിറ്റികൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും അത്തരത്തിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഏതായാലും KK രമ തന്നെ വടകരയിൽ വേണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് വലിയ നിർബന്ധമുണ്ട്. കാരണം അവരത് വലിയൊരു രാഷ്ട്രീയ സന്ദേശം അതുവഴി ഉണ്ടാകും. TP ചന്ദ്രശേഖരൻ്റെ വിധവ വടകരയിൽ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് സംസ്ഥാനം മുഴുവൻ ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിശ്ചയിക്കേണ്ട കാര്യമില്ല. വടകര RMPക്ക് നൽകിയ സീറ്റാണ്, അവരുടെ സ്ഥാനാർത്ഥിയെ അവർ തീരുമാനിക്കുമെന്നുള്ള നിലയ്ക്ക് വന്നിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ രമ തന്നെ മത്സരിക്കും എന്നിടത്ത് നിന്ന് അവരുടെ സംസ്ഥാന സെക്രട്ടറി N വേണുവിനെ മത്സരിപ്പിക്കാനുള്ള ആലോചനകളിലേക്ക് വീണ്ടും പോയത്. പക്ഷേ അതിനുശേഷം ഇന്നലെയാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ RMP നേതൃത്വവുമായി ബന്ധപ്പെട്ടു. ഈ വടകരയിൽ രമ തന്നെ വേണം എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കി. അങ്ങനെയെങ്കിൽ മാത്രമേ പിന്തുണയ്ക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാക്കി. RMPക്കും ഇത്തവണ UDF പിന്തുണയോടുകൂടി തന്നെ മത്സരിക്കണം എന്നുള്ള നിലപാടിലാണ് RMP. കഴിഞ്ഞ തവണ അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ച് 20,000-ൽ കൂടുതൽ വോട്ടുകൾ നേടിയതാണ്. അതുകൊണ്ട് ഇത്തവണ UDF പിന്തുണയുണ്ടെങ്കിൽ വടകര പിടിക്കാം എന്നുള്ള ഒരു സാധ്യത RMPയും കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്തവണ UDF പിന്തുണയ്ക്ക് വേണ്ടി ഇത്ര കണ്ട് ശ്രമിക്കുന്നത്. അവരുടെ സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് സ്ഥാനാർത്ഥി വേണമെന്ന് മറ്റൊരു പാർട്ടി പറയുന്നു. അത് വളരെ പരസ്യമായി മാധ്യമങ്ങളോട് പറയുന്നു. ആ കാര്യത്തിലൊക്കെ അവരുടെ അണികൾക്ക് അതൃപ്തിയുണ്ട്. ഇത് പരിഹരിക്കുക എന്നുള്ളതായിരിക്കും ഈ സമയങ്ങളിലെ അവരുടെ കാര്യങ്ങൾ. ഇന്ന് അവിടെയുള്ള മണ്ഡലം കമ്മിറ്റി യോഗവും അതേപോലെ തന്നെ കീഴ്ഘടകങ്ങൾ ലോക്കൽ കമ്മിറ്റികളും എല്ലാം തന്നെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ കമ്മിറ്റികളിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യും. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കും. UDF പിന്തുണ ലഭിക്കണമെങ്കിൽ RMP തന്നെ KK രമ തന്നെ RMP സ്ഥാനാർത്ഥിയായി എത്തണം എന്നുള്ള ഒരു യാഥാർത്ഥ്യം അണികളെ ബോധ്യപ്പെടുത്തും. അതിനുശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. ഗോപി, ശരി. UDFനെ ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായി ലതിക സുഭാഷ് മുന്നോട്ട് പോകുമെന്ന് കരുതുന്നില്ല എന്ന് ഏറ്റുമാനൂരിലെ UDF സ്ഥാനാർത്ഥി പ്രിൻസ് ലൂക്കോസ്. UDFനെ വെല്ലുവിളിച്ചാൽ നിലനിൽപ്പ് ഉണ്ടാവില്ല. ഏറ്റുമാനൂരിൽ പ്രചരണത്തിന് UDF ബഹുദൂരം മുന്നിലാണെന്നും പ്രിൻസ് ലൂക്കോസ് പറഞ്ഞു. UDFിൻ്റെ ഉന്നതരായ നേതാക്കന്മാർ ഈ വിഷയത്തിൽ ഇടപെടുമെന്നും ഈ വിഷയം പരിഹരിക്കപ്പെടും എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് ഇന്ന് എൻ്റെ പ്രചരണത്തിന് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സംബന്ധിച്ചൊരു ചർച്ചകൾ നടക്കുന്നുണ്ട്. ബഹുമാനിയായ ലതിക സുഭാഷ് UDFിനെ ദുർബലപ്പെടുത്തുന്ന ഒരു നീക്കത്തിനും മുതിരില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഏറ്റുമാനൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ലതിക സുഭാഷ്. ഒരുപാട് സ്വപ്നങ്ങളുമായാണ് മത്സരരംഗത്ത് ഇറങ്ങുന്നതെന്ന് ലതിക ന്യൂസ് 18നോട് പറഞ്ഞു. പരമാവധി കോൺഗ്രസ് പ്രവർത്തകരെ ഒപ്പം നിർത്താനാവും ഇനിയുള്ള ശ്രമം. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉൾപ്പെടെ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന് PK ശ്രീമതി. UDF വിജയസാധ്യതയുള്ള സീറ്റുകളിൽ സ്ത്രീകളെ പരിഗണിക്കുന്നില്ല. ലതിക സുഭാഷിന് അവർ ആവശ്യപ്പെടുന്നതുപോലെ സീറ്റ് നൽകേണ്ടിയിരുന്നു. സ്ത്രീകൾക്ക് പരിഗണന നൽകുന്ന കാര്യത്തിൽ എല്ലാ മുന്നണികളും ഒരുപോലെയാണെന്ന് ആനി രാജയുടെ പ്രസ്താവനയോട് യോജിക്കുന്നില്ല എന്നും PK ശ്രീമതി കണ്ണൂരിൽ പറഞ്ഞു. ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അവർക്കൊരു പരിഗണന കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം. ഇന്നലെ സഖാവ് ആനി രാജ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് അത്ര യോജിക്കാൻ കഴിയില്ല. പരിഗണന കൊടുക്കുന്ന കാര്യത്തിൽ UDF വളരെ ദയനീയമായ പരാജയമാണ്. സ്ത്രീവിരുദ്ധമായ നിലപാട് പലരും സ്വീകരിക്കുന്നുണ്ട്. അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അത് കാണുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലായാലും ഇത്ര ശതമാനം പോരാ, 10% പോരാ എന്നുള്ള അഭിപ്രായമാണ്.
കോൺഗ്രസ് ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന AV ഗോപിനാഥിനെ അനുനയിപ്പിക്കാൻ ഇന്ന് ഉമ്മൻചാണ്ടി ചർച്ച നടത്തും. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയായിരിക്കും ചർച്ച. DCC പുനഃസംഘടന ആവശ്യപ്പെട്ട് പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയ ഗോപിനാഥ ഇന്നലെ അന്തിമ നിലപാട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. SSLC പരീക്ഷകളുടെ സമയക്രമം വീണ്ടും പുതുക്കി. ഏപ്രിൽ 21 നിശ്ചയിച്ചിരുന്ന ഊർജ്ജതന്ത്രം പരീക്ഷ 15 നടക്കും. ഏപ്രിൽ 29 രസതന്ത്രം ഏപ്രിൽ 21 മാറ്റി. ഏപ്രിൽ 23 വെള്ളിയാഴ്ച പരീക്ഷയില്ല. ഏപ്രിൽ 23 നടത്താനിരുന്ന ജീവശാസ്ത്രം പരീക്ഷ ഏപ്രിൽ 29 നടത്തും. പരീക്ഷാ സമയത്തിൽ മാറ്റമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് പുനഃക്രമീകരണം. രാജ്യത്ത് കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച് പ്രധാനമന്ത്രി. നാളെ ഉച്ചയ്ക്ക് 12:30 ഓൺലൈനായാണ് യോഗം ചേരുക. മഹാരാഷ്ട്ര, പഞ്ചാബ്, കർണാടക, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് കോവിഡ് കേസുകൾ ഉയരുന്നത്. കേരളത്തിൽ ഇപ്പോൾ രോഗബാധ കുറയുന്നുണ്ട്. 26,000 കേസുകളാണ് രാജ്യത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. 85 ദിവസത്തിനിടെയുണ്ടായ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. 24 മണിക്കൂറിനിടെ 118 പേർക്ക് ജീവൻ നഷ്ടമായി. തൃശൂർ പൂരം പതിവ് പോലെ നടത്താൻ അനുമതി. ആനകളുടെ എണ്ണത്തിൽ കുറവുണ്ടാവില്ല. എന്നാൽ വെടിക്കെട്ടിന് അനുമതി നൽകണോ എന്ന കാര്യം പിന്നീട് തീരുമാനിക്കും. ചീഫ് സെക്രട്ടറി VP ജോയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള നിയന്ത്രണങ്ങളോടെയാണ് നടത്താമെന്ന ദേവസ്വത്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.newscity.com. ഈ പരിപാടി നിങ്ങൾക്കായി